ഇവർ പിന്നെ ആ സമയത്ത് ബിരിയാണി പിന്നെ പാർലമെന്റിൽ പിന്നെ പ്രശ്നം വരുമ്പോൾ ബിരിയാണി കഴിക്കാനല്ലേ പോയേ. പിന്നെ കുഞ്ഞാലിക്കുട്ടി മംഗലത്തിനല്ല പോയേ. CPM മെമ്പർമാരിൽ പാർലമെന്റിലുണ്ടായേ. പെൻഷനെല്ലാം കിട്ടുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അത് ആരും വീട്ടിൽ നിന്ന് ഇരുന്നൊന്നുമല്ലല്ലോ, സർക്കാർ പൈസയല്ലേ. നമ്മളെ അയ്യപ്പൻ്റെ അല്ലേ കട്ടത്. പിന്നെന്താ ഇനി അതിൻ്റെ അപ്പുറം നമ്മളിനി പറയണ്ടേ. ആ ഓക്കെ 110 അല്ലാണ്ട് 110 ഉറപ്പാന്ന്. 110 എന്ന് പറഞ്ഞാൽ 110 കൂടിയേ ഉള്ളൂ. LDF ആണ്. അതെന്താ വെച്ചാൽ അവിടുത്തെ സെറ്റപ്പ് കണ്ടാൽ തന്നെ അറിയൂ. അത് അത്രയും നല്ല വൃത്തിയിലും ആ റോഡിലൊക്കെ ഇറങ്ങിയാൽ തന്നെ നല്ല വൃത്തിയാണ്. UDF ഇന്നത്തെ ഭരണത്തിന്റെ പരാജയം തന്നെ. LDF കൂടുതൽ സാധ്യത. കഴിഞ്ഞ പ്രാവശ്യത്തെ MLA നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സുമേഷ്. കേരളമാകെ ഉറ്റുനോക്കുന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രസിദ്ധമായ ചാൽ ബീച്ചിലാണ് ഞാനിപ്പോഴുള്ളത്. 2001 KM ഷാജി 493 വോട്ടുകൾക്ക് ജയിച്ചതിനു ശേഷമാണ് ഈ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. 2016 MV നികേഷ് കുമാറിനോട് വീണ്ടും KM ഷാജി 2000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അന്ന് MV നികേഷ് കുമാർ പ്രചാരണത്തിൻ്റെ ഭാഗമായി കിണറിലിറങ്ങിയതും പിന്നീട് അത് ട്രോളായി മാറിയതും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. എന്നാൽ 2021 ഈ മണ്ഡലം UDF നഷ്ടമാകുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. KV സുമേഷിലൂടെ മണ്ഡലം CPM തിരിച്ചുപിടിക്കുകയായിരുന്നു, ഇടതുപക്ഷം തിരിച്ചുപിടിക്കുകയായിരുന്നു. 6000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം ഇവിടെ നിന്ന് വീണ്ടും ജയിച്ചു കയറിയത്. 2026 വരുമ്പോൾ എന്തായിരിക്കും അഴീക്കോട്ടെ രാഷ്ട്രീയ സാഹചര്യമെന്ന് പരിശോധിക്കുകയാണ് സി ടൈംസ് ഇലക്ഷൻ റൈറ്റ്. 6000-ലേറെ വോട്ടുകൾക്ക് 2021 ജയിച്ച ഇടതുപക്ഷത്തിന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ 22,218 വോട്ടുകൾക്ക് അവർ പിന്നിൽ പോകുന്ന കാഴ്ച കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2026 ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇവിടെ രാഷ്ട്രീയ ചിത്രമെന്ന് സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥിയായി KM ഷാജി ആയിരിക്കില്ല ഇവിടെ എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും UDF സ്ഥാനാർത്ഥി എന്നത് ശ്രദ്ധേയമായ ചോദ്യമാണ്. LDF സ്ഥാനാർത്ഥിയായി KV സുമേഷ് തന്നെ വരാനാണ് സാധ്യത. അദ്ദേഹം ജനകീയനായ നേതാവ് കൂടിയാണ്. എന്തായാലും ഇവിടുത്തെ മത്സരം പൊടിപാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി നേരെ വോട്ടർമാരിലേക്കാണ്. ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, മണ്ഡലത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയാകും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം.